ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 15-ാം തീയതി 320-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സ്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറെന്നാണ് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാര് ഈ ദിനത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം ആദ്യ അധ്യായമാണ് വേദ വായനയ്ക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അതിരറ്റ സന്തോഷവും സംതൃപ്തി നിറഞ്ഞ വളരെ അപൂർവമായ സാക്ഷ്യപ്പെടുത്തല് സുവിശേഷത്തില് വിട്ടുകളയാതെ ഉൾപ്പെടുത്തിയതിന് ആദ്യമേ നമുക്ക് എഴുത്തുകാരനായ ലൂക്കോസിനോട് നന്ദി പറയാം. ആദ്യ അധ്യായത്തിൽ നിന്നാണ് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഇതിൽ പരം എന്ത് പരമോന്നത ബഹുമതിയാണ് ഒരു കുടുംബത്തിന് ഈ ഭൂമിമണ്ണിലെ ജീവിതത്തിനിടയിൽ ലഭിക്കുവാനായിട്ട് ഉള്ളത്. നീതിബോധത്തോടെ ജീവിക്കുക എന്നത് ദൈവമുമ്പാകെ മനുഷ്യന് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ കൃതജ്ഞതയാണ്. ഒരുവനിൽ ഉറപ്പായും ഉറച്ചിരിക്കേണ്ട ഉത്തരവാദിത്വവുമാണ്. ഇവർ യഥാർത്ഥ യഹൂദ മത ഭക്തരാണ്. ഇരുവരും സ്കറിയ പുരോഹിതനും പത്നി എലിസബത്തും പുരോഹിത കുടുംബത്തിൽ നിന്ന് ഉള്ളവരുമാണ്. നീതിനിഷ്ഠരും കുറ്റമറ്റ വിധം ജീവിച്ചവരുമാകുമ്പോൾ അങ്ങനെ തന്നെയെന്ന് സുവിശേഷം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ചില അവകാശങ്ങളൊക്കെ ദൈവം ഉറപ്പുവരുത്തേണ്ടതല്ലേ? ഈ ഭൂമി ജീവിതത്തില് മനപ്രയാസവും ക്ലേശവും കൂടാതെ ജീവിച്ചു പോകാൻ പാകത്തില് സാഹചര്യങ്ങളെ ഏറ്റവും അനുകൂലമാക്കി ദൈവം ഒരുക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെയായിരുന്നോ ദൈവം അവരോട് പ്രവർത്തിച്ചത്? നമ്മൾ മനുഷ്യരുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ കാര്യങ്ങൾ അപകടപ്പെടുമായിരിക്കും. എന്നാലും ഒരു കൈ നോക്കുകയാണ്. നീതിനിഷ്ഠരായി ജീവിച്ച ഈ ദമ്പതികളോട് അപ്പോൾ ദൈവം തിരിച്ചും നീതി കാട്ടിയോ? സഹനങ്ങളിലൂടെ ഇവരുടെ ഈ ജീവിതവും കടന്നുപോയില്ലേ? അവർക്ക് മക്കളില്ലായിരുന്നു. അതൊരു ചെറിയ സഹനമല്ലല്ലോ. പ്രത്യേകിച്ച് പഴയ നിയമകാലത്ത് അവിടെ അന്നതൊരു ഭീകര ദുരിതവുമായിരുന്നു. ദൈവം ഉപേക്ഷിച്ചവർ, ദൈവനിന്ദയ്ക്കും അപ്രീതിക്കും പാത്രമായവർ, ശപിക്കപ്പെട്ടവർ, അങ്ങനെ ആ കുറവിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങൾ അനന്തമായി ഇങ്ങനെ നീളുന്നുണ്ടായിരുന്നു അക്കാലത്ത്. നീതിമാനോട് ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ള നമ്മുടെ മുഴുവൻ മുൻ ധാരണകളെ ഇവിടെ ദൈവം തകിടം മറിച്ചു കളയുന്നത് ഇനിയെങ്കിലും കാണാതെ പോകരുത്. ഇപ്പോൾ അവർ വാർദ്ധക്യത്തിലുമായി മാനുഷികമായും അസാധ്യമായ ഒരു കാര്യത്തിന് അവർ ഇനി പ്രതീക്ഷ അർപ്പിക്കേണ്ടതുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അതേപടി കിട്ടുന്നതാണോ സത്യത്തില് ജീവിതത്തിൻ്റെ സൗഭാഗ്യമെന്നത്? അങ്ങനെയൊരു വിചാരത്തിലും നിർബന്ധ ബുദ്ധിയിലുമൊക്കെ നമ്മൾ അകപ്പെട്ടു പോയി. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളൊന്നും ഒട്ടും സൗഭാഗ്യരല്ലല്ലോ ഈ ഭൂമിയിൽ. കത്തിയും ബ്ലേഡും ആ ലൈറ്ററും അങ്ങനെ അവർ എന്തൊക്കെയാണ് കൊഞ്ചിയും കരഞ്ഞും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒന്നും കിട്ടാറില്ലല്ലോ. ദൈവം കൂടെ ഉള്ളവരാണ് ഭാഗ്യവാന്മാര്. സ്കറിയ പുരോഹിതനും പ്രിയപത്നി എലിസബത്തും ഭാഗ്യം നിറഞ്ഞവരായിരുന്നു. അവർക്കൊപ്പം ദൈവമുണ്ടായിരുന്നു എന്നത് മാത്രമല്ല,
ദൈവത്തിൻ്റെ ഒപ്പം അവരുമുണ്ടായിരുന്നു. ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും കാത്തിരുന്നതുമായ ചിലത് അപ്പോഴും കിട്ടാത്തപ്പോഴും. അതാണല്ലോ ദൈവം മുമ്പാകെയുള്ള കുറ്റമറ്റ ജീവിതം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.